വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, നിന്നിലൂടെ കർത്താവ് നിന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കും. നിന്നിലൂടെ ഒരു വിശുദ്ധീകരണം കർത്താവ് നടത്തും. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തില് നമ്മൾക്ക് നമ്മളെ കുടുംബത്തെ പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് ഓർക്കാം, നമ്മുടെ മക്കളെയൊക്കെ നമുക്കൊന്ന് ഓർക്കാം. അവരെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിൽ ഒരു വിശുദ്ധീകരണം ഒരു കുടുംബത്തിൽ നടക്കാൻ കർത്താവെ എന്നിലൂടെ അഭിഷേകം ചൊരിയണമേ. കർത്താവെ, എന്നെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് അങ്ങയുടെ വചനത്തിന് മുമ്പിൽ ധ്യാനിക്കുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും അങ്ങയുടെ വചനത്തിൽ ശക്തി പ്രാപിക്കുവാനും വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനും എന്നെ ഇന്ന് അങ്ങ് തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നല്ല ദൈവമേ. എന്നിലൂടെ എൻ്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കർത്താവെ എൻ്റെ കുടുംബത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ഏതാനും ദിവസങ്ങൾക്ക് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ ഒരു ചിത്രം ഈ ആരാധനയുടെ ഇടയിൽ 2-3 പ്രാവശ്യം എന്നെ കാണിച്ചു. നീട്ടിപ്പിടിച്ച ഒരു കൈകളിൽ ഒരു ചത്തുപോയ ഒരു കോഴിക്കുഞ്ഞ്, ജീവനില്ലാത്തൊരു കോഴിക്കുഞ്ഞിനെ കാണിച്ചൊരു ദർശനം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവൻ കൊടുക്കേണ്ട നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, ഇതെല്ലാം നമ്മുടെ കരങ്ങളിലേക്ക് വെച്ച് തന്നിട്ടുള്ളവരാണ്. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവരിൽ വിശ്വാസവും വിശുദ്ധിയും സ്നേഹവും എല്ലാം ഒക്കെ നഷ്ടപ്പെട്ട് വിശ്വാസത്തിന്റെ ജീവൻ, സ്നേഹത്തിന്റെ ജീവൻ, ആത്മവിശ്വാസത്തിന്റെ ആത്മധൈര്യത്തിന്റെ വിശുദ്ധിയുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിനൊരു നിമിഷം മതി. എന്നിലൂടെ നഷ്ടപ്പെട്ടു പോയ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞുങ്ങളിലേക്ക്, ആ ജീവിത പങ്കാളിയിലേക്ക്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ, ക്ഷമ നഷ്ടപ്പെട്ടു പോയ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം. തലിത്താകുമെന്ന് പറഞ്ഞ് മരിച്ചുപോയ ബാലികയെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ച കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്ന കർത്താവിലായിരിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന അത്ഭുതങ്ങളിലല്ല, നമ്മൾ കർത്താവിലാണ് വിശ്വസിക്കേണ്ട. അവൻ പ്രവർത്തിക്കും. നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട്, നമ്മുടെ കുടുംബത്തെ എന്ത് സാഹചര്യങ്ങളുമാകട്ടെ, എന്ത് തകിടം മറിഞ്ഞു പോയ സാഹചര്യങ്ങളുമാകട്ടെ, അത് നമ്മൾ ഓർക്കുക, തളർവാദ രോഗി ഇനി ഒരിക്കലും നടക്കത്തില്ല. ലോകം പറയുന്നു തളർന്നു പോയവനാണ് അവൻ തളർന്നു പോയവനാണ്. ആർക്കും അവനെ സുഖപ്പെടുത്താം. പക്ഷേ തളർവാദ രോഗിയെ കൊണ്ടുവരാൻ 4 പേര് തയ്യാറായി. അവർ യേശുവിനെ കണ്ടിട്ടുണ്ട്, അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് നിന്റെ ജീവിതത്തിൽ മക്കളെ തളർന്ന അവസ്ഥകൾ, ജീവിത പങ്കാളിയുടെ തളർന്നു പോയ, വിശ്വാസം തളർന്നു പോയ, വിശുദ്ധി തളർന്നു പോയ, ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥകളും, നന്മകളൊക്കെ തളർന്നു പോയ അവസ്ഥകളാണെങ്കിൽ പേടിക്കരുത്. നീ അവരെ ഉയർത്തുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. നീ അവരെ ഉയർത്തുന്നത്, നിന്റെ കുടുംബത്തെ നീ കൊടുക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഈ നിമിഷമുള്ള കുടുംബത്തെ എല്ലാം ഒന്ന് ഓർക്കാം, കുടുംബത്തെ എല്ലാം ഒന്ന് സമർപ്പിച്ച്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമല്ല. തളർവാദ രോഗി കിടക്കയിലൂടെ വന്നു, കർത്താവ് പറഞ്ഞു കിടക്കയും എടുത്തു നടക്കാനാ പറഞ്ഞു. തളർവാദ രോഗിയെ കൊണ്ടുവന്ന് ഒരു ഫ്രീ ആയിട്ട് പോയി. തളർവാദ രോഗി കട്ടിലിൽ വന്നു, കർത്താവ് പറഞ്ഞു നീ കിടക്കയും എടുത്തു നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവിന്റെ പ്രവൃത്തി എത്രമാത്രം അത്ഭുതമാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനം നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ചെയ്യും. നമുക്ക് ആത്മാർത്ഥതയോടെ കുടുംബത്തിലെ, ഇന്ന് നമ്മളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിലൂടെ ദൈവം നമ്മുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം, ഒരു മാറ്റം സംഭവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്യുക. ഇന്ന് നീ ഈ കൂട്ടായ്മയിൽ നിന്നായിരിക്കുന്നെങ്കിൽ ദൈവത്തിനൊരു കരുതലുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നിന്റെ മേൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന് ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട് നിന്നിലൂടെ.
നമുക്ക് ഈ നിമിഷം നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് ആത്മാർത്ഥയുടെ എല്ലാവരും നന്മിട്ടി ഒന്ന് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ആരാധനയുടെ ഇടയിൽ കർത്താവ് നൽകിയൊരു വചനമാണ് അപ്പോസ്തല പ്രവർത്തനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3:6. ആർക്കെങ്കിലും ഒന്ന് എടുക്കാം, ആർക്കെങ്കിലും അല്ല, കഴിയുന്ന എല്ലാവരും ഒന്ന് എടുക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വചനം. നമ്മുടെ മൊബൈലിലോ നമ്മുടെ തൊട്ടടുത്ത ബൈബിളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് എടുക്കണം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 6-ാമത്തെ വചനം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണ്. നിരവധി ധ്യാന കേന്ദ്രങ്ങളും വചനങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പത്രോസിന്റെ വളരെ വളരെ പ്രശസ്തമായിട്ടുള്ള വാക്കാണ്, എനിക്കുള്ളത് വെള്ളിയോ സ്വർണമോ ഒന്നും എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. പത്രോസിന്റെ കയ്യിലുള്ളത് പത്രോസ് കൊടുക്കാൻ തയ്യാറാകുന്നു. നമ്മളെ ക്രിസ്മസിന്റെ കാലത്തിൽ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട് പല രീതിയിലും. ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട കാലമാണ്. നമ്മളെ തന്നെ പരിശോധിക്കേണ്ട കാലമാണ്. ക്രിസ്മസിലേക്ക് കടക്കുമ്പോൾ നാളെ നമ്മൾ ആരാധനാക്രമത്തില് നമ്മളൊരു പുതിയ ഒരു ആരാധന ക്രിസ്മസിന്റെ ഒരുക്കകാലമായിട്ട് നമ്മളിങ്ങനെ അപ്പം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വചനഭാഗം ഇതാണ്. പത്രോസ് പറയും, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. എനിക്കുള്ളത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കുന്നു. എനിക്കുള്ളത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു. ഇന്നലെ ഒരു യൂത്തുമായിട്ട് സംസാരിക്കാൻ കർത്താവ് അവസരം നൽകി. രാത്രി 10-11 മണിയൊക്കെ ആയപ്പോഴാണ് സംസാരിച്ചത്. അപ്പോ ആ പയ്യൻ എൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് 21 വയസ്സായി, 10 വയസ്സായപ്പോൾ എനിക്ക് വീട് വിട്ടിറങ്ങണമെന്ന് തോന്നിയതാണ്. പാരൻസ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോഴും വീട് വിട്ടിറങ്ങാൻ, വേറെ പോയി താമസിക്കാൻ പറയുന്നുണ്ട്. 10 വയസ്സ് ഒന്ന് ആലോചിച്ച് നോക്കണം. 10 വയസ്സ് ഭവനത്തിൽ നിൽക്കുന്ന അവൻ പറയാണ്, ഇപ്പോൾ അവൻ 21 വയസ്സ്. അവൻ ഓർത്തിട്ട് പറയാണ്, എൻ്റെ 10ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി എൻ്റെ വീട് വിട്ട് എനിക്ക് ഇറങ്ങണം. എന്താണ് കാരണം? അവനൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. അവനൊരു സമാധാനവും സന്തോഷവും ഒന്നും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. ദൈവം നമുക്ക് നൽകിയ ജീവിത പങ്കാളി, ദൈവം നമുക്ക് നൽകിയ മക്കൾ, ദൈവം നമുക്ക് നൽകിയ മാതാപിതാക്കൾ, ദൈവം നമുക്ക് നൽകിയ ബന്ധുക്കൾ, ഇവരെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ
നമ്മൾ പറയുന്ന ഇതാണ്, പത്രോസിനെ പോലെ എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരും. എന്താണ്? എനിക്കുള്ള ദേഷ്യം, എനിക്കുള്ള വെറുപ്പ്, എനിക്കുള്ള വൈരാഗ്യം, എനിക്കുള്ള നീരസം, എനിക്കുള്ള കോപം, എനിക്കുള്ള വിദ്വേഷം എല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിനെ പരിശോധിക്കാൻ, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കേണ്ട കാലമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷത്തിന്റെയും ആർഭാടത്തിന്റെയും ഒരു പ്രഘോഷണത്തിന്റെ കാലമാണ് എന്നൊക്കെ പലരൊക്കെ പറയുമെങ്കിലും വചനം പറയുന്നു, ക്രിസ്മസ് എന്ന് പറയുന്നത് നിന്റെ ആന്തരിക നേത്രങ്ങളെ ഉജ്ജ്വലിപ്പിക്കേണ്ട, ആന്തരികതയിലേക്ക് കടന്ന് നിന്നെ തന്നെ പരിശോധിക്കേണ്ട കാലമാണ്. എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നമുക്ക് ഇത്രയൊക്കെ വയസ്സായില്ലേ? എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ? പത്രോസിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? പത്രോസിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? പത്രോസ്, ഞാൻ പൊതുവെ എനിക്കറിയത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്, ചില പാട്ടുകളുണ്ട്, എൻ്റെ അടുത്ത് നിൽക്കാൻ യേശു ഉണ്ട്. വചനത്തിന്റെ വെളിച്ചത്തിൽ ആ പാട്ട് തെറ്റാണ്. യേശുവിനെ പോലെ ആകണം, അതും വചനത്തിന് വിളിച്ച് തെറ്റാണ്. ഇങ്ങനെയുള്ള കുറച്ച് പാട്ടുകളുണ്ട്. എൻ്റെ അടുത്ത്, യേശുവിന്റെ അടുത്ത് നിന്ന പത്രോസ് എന്തു ചെയ്തു? യേശുവിന്റെ അടുത്ത് നിന്ന പത്രോസ് എന്തൊക്കെ ചെയ്തു എന്ന് നമ്മൾ ബൈബിളിൽ മനസ്സിലാക്കണം. യേശുവിന്റെ അടുത്ത് നിന്ന പത്രോസ് സഹനത്തെ പറ്റി പറഞ്ഞപ്പോൾ യേശുവിനെ തടഞ്ഞവനാണ്. യേശുവിന്റെ അടുത്ത് നിന്ന പത്രോസ് കോഴി കൂവിയപ്പോൾ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. യേശുവിന്റെ അടുത്ത് നിന്ന പത്രോസ് 3 പ്രാവശ്യം സഹി കെട്ടിട്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയവനാണ്. കൂടെ ഉള്ളവരെ, ദൈവം തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോയി മീൻ പിടിക്കാൻ പോയവനാണ്. യേശുവിന്റെ പത്രോസ് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയി കിടന്ന് കൂർക്കം വലിച്ചുറങ്ങിയവനാണ്. കാരണം എന്താണെന്നറിയോ സഹോദരങ്ങളെ? അവൻ യേശുവിന്റെ അടുത്തായിരുന്നു. അവൻ യേശുവിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെല്ലാരും പറയും, അയ്യോ അവരൊക്കെ യേശുവിന്റെ അടുത്ത ആൾക്കാരാണെന്ന് പറയും. നമ്മളെല്ലാരും യേശുവിന്റെ അടുത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രലോഭനത്തിൽ വീണു പോകുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊണ്ട് പോകുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ തള്ളിപ്പറയുന്നത്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ള കാര്യം, ധനത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും സുഖത്തിന് വേണ്ടിയൊക്കെ യേശുവിനെ ഉപേക്ഷിക്കുന്നത്. നമ്മൾ യേശുവിന്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ യേശുവിന്റെ ഉത്ഥാനത്തിന് ശേഷം പത്രോസ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച പത്രോസ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് യേശുവിനെ അവന്റെ അടുത്തല്ല നിർത്തി, അവന്റെ ഉള്ളിലാക്കി കൊടുത്തു. പരിശുദ്ധാത്മാവ് യേശുവിനെ പത്രോസിന്റെ ഹൃദയത്തിലേക്ക് നിറച്ചു കൊടുത്തു. ആ പത്രോസാണ് അവന്റെ ജീവിതത്തിന്റെ നേരെ കൈ നീട്ടിയ മുടന്തനായ യാചകന്റെ മുൻപിൽ പറയുന്നത്, എനിക്കൊന്നുമില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു. എന്താണ് അവനുള്ളത്? അവന്റെ ഉള്ളിലുള്ള യേശുവിനെ അവൻ മുടന്തനായ യാചകന് കൊടുക്കുകയാണ്. അവൻ സൗഖ്യം പ്രാപിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? മദ്യപാനിയായ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അനുസരണയില്ലാത്ത മക്കൾക്ക് കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്? വിദ്വേഷവും വൈരാഗ്യവും പകയും നിറച്ചു നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഞാൻ വിട്ടുകൊടുക്കുന്നത്, ഞാനും അങ്ങനെ പ്രവർത്തിക്കും. എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ കൊടുക്കുന്നു. എൻ്റെ ഉള്ളിലുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. ഇവിടെ എൻ്റെ ഉള്ളിലുള്ള വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും നിരാശയും കുറ്റബോധവും ഇതെല്ലാം കൊടുക്കുമ്പോൾ അവരിലും കുറ്റബോധവും നിരാശയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം എല്ലാം വളരും.
പത്രോസിന്റെ ഉള്ളിലുള്ള യേശുവിനെ കൊടുത്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയ നടക്കാൻ പറ്റാത്തവന്, പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നില്ല, ജന്മനാ മുടന്തനായ അവൻ എഴുന്നേറ്റ് നടക്കും, ജീവൻ വയ്ക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയേണ്ട കാലമാണ് ക്രിസ്മസിന്റെ കാലം. ക്രിസ്മസ് കാലം, യേശു ജനിച്ചത് നമ്മുടെ തലച്ചോറിൽ ജനിക്കുന്ന പിറക്കാൻ വേണ്ടിയല്ല യേശു വന്നത്. നമ്മുടെ നാവിൽ പിറക്കാനല്ല യേശു വന്നത്. എൻ്റെ ഉള്ളത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ജനിക്കാനാണ് യേശു വന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നത് ആർക്കാണ്? നമുക്ക് മാത്രമേ ഉള്ളൂ. യേശുവിനെ കേൾക്കുന്നവർക്കാണ് യേശുവെ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നത്. യേശുവിനെ വിശ്വസിക്കുന്നവർക്കാണ് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത്. എൻ്റെ ഉള്ളിൽ യേശു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയും മറ്റുള്ളവരുടെ ഉള്ളിൽ യേശു ജനിക്കണം, എന്നാലേ മാറത്തുള്ളൂ. എൻ്റെ ഉള്ളിൽ യേശു ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ യേശു ജനിച്ചാലേ ഒരു മാറ്റം ഉണ്ടാകത്തുള്ളൂ. എൻ്റെ ഉള്ളിൽ യേശു ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയിൽ യേശു ജനിക്കണം, അവിടെ ഒരു മാനസാന്തരം ഉണ്ടാകണം, എന്നാലേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. ഇല്ല, പത്രോസ് പറയുന്നു, നിന്റെ ചിന്താഗതികൾ തെറ്റാണ്. നിന്റെ ഉള്ളിൽ യേശു ജനിച്ചാൽ മാത്രമേ നിനക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, വീണ്ടും പറയുകയാണ്, ക്രിസ്തുമസ് എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ എന്ന് തിരിച്ചറിയുന്ന, പരിശോധിക്കുന്ന കാലമാണ്. എൻ്റെ ഉള്ളിൽ യേശു ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന കാലമാണ് ഈ നിമിഷത്തില്. ഇന്നലെ ആ പയ്യന് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു. കുറച്ച് വചനങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തന്നെ വാക്കുകൾ നഷ്ടപ്പെട്ടു ഒരു നിമിഷമാണത്. അവന്റെ എല്ലാം ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കേട്ടിരുന്നിട്ട് അവൻ പറയാണ്, എനിക്ക് വീട് വിട്ടു പോകാൻ 10 വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ്. 10 വയസ്സ് മുതൽ പാരൻസ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, വീട് വിട്ടു നീ പുറത്തു പോയി താമസിക്ക്, പുറത്തു പോയി താമസിക്ക്. സമാധാനവും സന്തോഷവും, അവൻ ആഗ്രഹിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും എന്താണെന്ന് അവന് കിട്ടിയിട്ടില്ല. അവൻ്റെ അമ്മയോട്ട് സംസാരിച്ചപ്പോൾ അവൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏഴാം വയസ്സിൽ കമ്പ്യൂട്ടർ അവൻ്റെ കയ്യിൽ കൊടുത്ത. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അവനാവശ്യമുള്ള ഡ്രസ്സ്, അവനാവശ്യമുള്ള ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾ 7ാം വയസ്സിൽ നിങ്ങൾ അവന് ഇന്റർനെറ്റ് അവന് കൊടുത്തു. ഒരു സ്നേഹത്തിന്റെ വാക്ക് നിങ്ങൾ അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു ആശ്വാസത്തിന്റെ, അവൻ നിങ്ങൾ പറയുന്ന രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ബിരിയാണിയും ചിക്കനും അതും ഇതും ചപ്പ് ചടക്കും എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. നിങ്ങളുടെ നോട്ടത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അതായിരിക്കും. പക്ഷെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സമാശ്വാസവും സന്തോഷവും സമാധാനവും സ്നേഹത്തിന്റെ വാക്കുകളും പ്രോത്സാഹനവും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് അവൻ വീട് വിട്ട് ഇറങ്ങാൻ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എത്ര പേര് എൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? എൻ്റെ മക്കൾ എൻ്റെ കൂടെ, അയ്യോ എനിക്ക് വീട് വിട്ട് പോകണ്ട, എനിക്ക് വീട്ടിൽ നിന്നാ മതി. ജീവിത പങ്കാളി പറയില്ല, എനിക്ക് വേറെ വേണ്ട. ഇവിടെ സൗത്താംപ്ടണില് ആദ്യമായിട്ടൊരു ധ്യാനം അറേഞ്ച് ചെയ്തപ്പോൾ ഫ്രാൻസിസ് കുറുക്കൻകുന്നില് ഒരു ചോദ്യം ചോദിച്ചു. ഇനി ഒരു ജന്മത്തിൽ ഫ്രാൻസിസ് കുറുക്കൻകുന്നിൽ ബ്രദർ ഇവിടെയുണ്ട്, ബർമിഹാമിലുണ്ട്. ഇനി ഒരു ജന്മത്തിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ ജീവിത പങ്കാളി മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര ഒരൊറ്റ മനുഷ്യര് കൈവക്കിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം യേശുവിനെ കൊടുക്കാനായി ദൈവം എനിക്ക് നൽകിയതാണ് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കളെ. യേശുവിനെ കൊടുക്കാനായി എനിക്ക് ദൈവം നൽകിയ വ്യക്തിത്വങ്ങളാണ് എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ട ഒരു കാലമാണ് ക്രിസ്മസ് കാലം. നമുക്ക് ഒരു നിമിഷം ആത്മാർത്ഥതയോടെ
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ യേശു വിളിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, എൻ്റെ തളർന്നു പോയ എൻ്റെ കുടുംബം, വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഒക്കെ തളർന്ന് തരിപ്പണമായി കിടക്കുന്ന എൻ്റെ കുടുംബത്തെ ജീവൻ കൊടുക്കാനായിട്ട് യേശുവിന് സാധിക്കും. നമുക്ക് ഈ നിമിഷത്തില് ഒന്നൊന്ന് സ്തുതിച്ചൊന്ന് ആരാധിക്കാവോ? എനിക്ക് നൽകിയ ജീവിത പങ്കാളിയെയും മക്കളെയും ഓർത്ത് ഒന്നൊന്ന് സ്തുതിച്ച് ഒന്ന് ആരാധിച്ച്, ഒന്ന് നന്ദി പറഞ്ഞൊന്ന് ആരാധിച്ച്, ഒന്ന് നന്ദി പറഞ്ഞൊന്ന് ആരാധിക്കാം. നമ്മുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മക്കളെയൊക്കെ ഒന്ന് ഓർത്ത് ഒന്ന് നന്ദി പറഞ്ഞ് ആത്മാർത്ഥതയോടെ കരങ്ങൾ ഉയർത്തിയോ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോ എന്തായിരുന്നാലും ഒന്നൊന്ന് ദൈവത്തൊന്ന് ആരാധിക്കുക. ഈ ആരാധനയിലുണ്ടല്ലോ, നേരത്തെ സിസ്റ്റർ പറഞ്ഞതുപോലെ ഈ ആരാധനയിലാണ് പരിശുദ്ധാത്മാവ് നിന്റെ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്. ഈ ആരാധനയിലാണ് പരിശുദ്ധാത്മാവ് നിന്റെ ബന്ധനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ജീവിത പങ്കാളി മക്കളുമായിട്ടൊക്കെ നീ ഒരു ബന്ധനത്തിലായിരിക്കാം, അല്ലെങ്കിൽ ബന്ധത്തിലായിരിക്കാം. ബന്ധത്തിൽ ഒരു ഊഷ്മളത വരണമെങ്കിൽ, ബന്ധനങ്ങളില് ഒരു വിടുതൽ ഉണ്ടാകണമെങ്കിൽ ആത്മാർത്ഥം ഒന്ന് ആരാധിക്കും. ജീവിത പങ്കാളി മക്കളെയൊക്കെ സമർപ്പിച്ച് നല്ലപോലെ നമുക്കൊന്ന് ആരാധിക്കാം. സഹോദരങ്ങളെ ഒന്ന് ഉറക്കെ എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത്, നമ്മൾ അറിയുന്ന ദൈവമാണ്, നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ്, നമ്മളെ കാണുന്ന ദൈവമാണ്. നമുക്കൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, സ്തുതിക്കുന്ന ആരാധിക്കുന്നതിനെ നന്ദി പരിശുദ്ധാത്മാവെ ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ തിരുരക്തം തളിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം വിളക്കി ചേർക്കപ്പെടട്ടെ. ഞങ്ങളുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ബന്ധങ്ങളെ സമർപ്പിക്കുന്നു. വിജയം കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 42-ാമത്തെ വചനം. മാർക്കോസിന്റെ സുവിശേഷം 15:42 ഇങ്ങനെ വായിക്കുന്നു: അന്ന് സാപത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. അന്ന് സാപത്തിന് തൊട്ടു മുമ്പുള്ള ഒരുക്ക ദിവസമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ഒരുക്ക ദിവസമുണ്ട്. എന്തിനാണ്? സാപത്തിന് മുമ്പ് ഒരു ഒരുക്ക ദിവസം, ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ഒരു ഒരുക്ക ദിവസം, കൊയ്ത്തുകാലത്തിന് മുമ്പ് ഒരു ഒരുക്ക ദിവസം. ഇത് യഹൂദന്മാരുടെ ഒരു 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 സംസ്കാരമാണ്, ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. ഒരുങ്ങി കാര്യങ്ങൾ ചെയ്യുക, ഒരുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ഒരുക്കത്തോടെ ആയിരിക്കുക. വലിയൊരു പെസഹായ്ക്ക് മുമ്പിലുള്ള ഒരുക്കം, പെസഹായ്ക്ക് മുമ്പിലുള്ള ഒരുക്കം. അപ്പോൾ ഈ ദൈവത്തിന്റെ ഈ ഒരു കാലത്തിൽ ദൈവത്തെ നമ്മള് പറഞ്ഞില്ലേ, പത്രോസ് പറഞ്ഞില്ലേ, എനിക്കുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു, എനിക്കില്ലെങ്കിൽ യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിന്റെ കാലമാണ് ക്രിസ്മസിന്റെ കാലം. ലൈറ്റൊക്കെ ഇട്ട്, കേക്കൊക്കെ ഉണ്ടാക്കി, വൈനൊക്കെ ഉണ്ടാക്കി, കൂട്ടുകാരെയൊക്കെ വിളിച്ച് ആഘോഷിച്ച് കുടിച്ച് തിമിർത്തൊക്കെ തീർക്കേണ്ട ഒരു കാലമല്ല. യേശുവിനെ വരവേൽക്കാൻ, യേശുവിനെ സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിന്റെ കാലമാണ് ഈ കാലം. പ്രിയമുള്ളവരെ, മർക്കോസിന് സുവിശേഷം 14:15 സജ്ജീകൃതമായ വലിയൊരു മാളിക മുറി അവർ കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കം. എന്താണ്? കർത്താവ് ശിഷ്യന്മാരെ അയക്കുകയാണ്. വലിയൊരു കാര്യം നടക്കാൻ പോണ്. പെസഹായ്ക്ക് വേണ്ടി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയാണ്, പെസഹായ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കണം, സ്ഥലം ഒരുക്കണം. ഞാൻ വന്നൊരു പെസഹ ചെയ്യുന്നതിനോട്, ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഒരുക്കണം. അവിടെ നല്ല ഒരു ഒരുക്കം, സജ്ജീകൃതമായ ഒരു മുറി ഒരുക്കാനായിട്ട് ശിഷ്യന്മാരെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറയും, നമ്മളുടെ മുമ്പിൽ പറയാം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ ഒരു ഒരുക്കം ആവശ്യമാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു ഒരുക്കം. ഈ കർത്താവ് പെസഹ ആചരിക്കുമ്പോൾ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞതുപോലെ ഒരു ഒരുക്കം വേണം. കർത്താവ്, ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഞാനൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെസഹ, ഒരു പുതിയ ഉടമ്പടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് നല്ലപോലെ ഒന്ന് ഒരുക്കുക.
അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും പറയും, നിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നിലൂടെ ഒരു അത്ഭുതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ നിന്റെ മക്കളെ വിശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ നിന്റെ മക്കളിൽ ദൈവസ്നേഹവും ദൈവവിശ്വാസവും ഒക്കെ ആത്മധൈര്യം ആത്മവിശ്വാസം വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ഒരുങ്ങണം. നിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. നിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ലൂക്കാ എഴുതിയ സുവിശേഷം 9:52 അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാർ മീൻസ് ഇവിടെ പറയുന്നത് ഡിസൈബിൾസിനെയാണ്, ശിഷ്യന്മാരെയാണ്, ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. നോക്കിയേ, യേശുവിന് വേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുവാൻ, യേശു വരുന്നതിന് മുമ്പ് അവിടെ പല കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരുക്കങ്ങൾ ചെയ്യാനായി യേശു തന്നെ ശിഷ്യന്മാരെ അയക്കുകയാണ്. അപ്പോൾ യേശു നമ്മളുടെ ഈ കാലത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ കുടുംബത്തിൽ കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ യാത്ര ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നിലൂടെ നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുവാനും, നിന്നിലൂടെ നിന്റെ ജീവിത പങ്കാളിയെ തൊടുവാനും, നിന്നിലൂടെ നിന്റെ മക്കളെ തലോടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. നിന്നിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പത്രോസിന്റെ യോഹന്നാന്റെ ജീവിതത്തിലൂടെ യേശു ആ മുടന്തനായ വ്യക്തിയെ സൗഖ്യത്തിന്റെ ജീവന്റെ ശക്തി കൊടുത്തതുപോലെ നിന്നിലൂടെ യേശുവിന് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരു ഒരുക്കം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, സഹ്യോനൂട്ടുശാലയിൽ ഒരുങ്ങിയ സഹ്യോനൂട്ടുശാലയിൽ കർത്താവ് തൻ്റെ ശരീരവും രക്തവും എല്ലാവർക്കുമായി പാപമോചനത്തിനായി ചിന്തപ്പെടുന്ന രക്തമെന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തം ലോകത്തിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു, ഞാൻ വന്നിരിക്കുന്ന പാപമോചനത്തിനായി രക്തം ചിന്താനാണെന്നുള്ള വലിയൊരു സത്യം കർത്താവ്. കാരണം ഒരുങ്ങിയ ദേശത്ത്, ഒരുങ്ങിയ ആലയത്തിൽ, ഒരുങ്ങിയ മാളിക മുറിയിൽ യേശുവിന് വലിയ സത്യങ്ങൾ പറയാൻ സാധിക്കും. വലിയ സത്യങ്ങൾ തുറക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഒരുക്കമുള്ള ഹൃദയത്തിൽ വലിയ സത്യങ്ങൾ കർത്താവ് തുറക്കും. അതുവഴി എത്രയോ കാര്യങ്ങൾ സംഭവിക്കും. പ്രിയമുള്ളവർ, ആ ഒരു സംഭവത്തിൽ ആ ഒരു രക്തം, പാപമോചനത്തിനായുള്ള രക്തം, നൂറ്റാണ്ടുകളായി ജനം കാത്തിരുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. ഒരു ഒരുക്കമുള്ള ദേശത്ത് കർത്താവ് നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്, മനുഷ്യരാശിയുടെ പാപമോചനത്തിനായി ഞാനിതാ രക്തം ചിന്തുന്നു. പ്രിയമുള്ളവരെ, അപ്പോൾ വലിയ സത്യങ്ങൾ, വലിയ കാര്യങ്ങൾ ദൈവത്തിന് ഒരുക്കമുള്ള സ്ഥലത്ത് വന്ന് ചെയ്യാൻ സാധിക്കും. വലിയ കാര്യങ്ങൾ, അതിനൊരു ഒരുക്കം ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ഒരു ഒരുക്കം ആവശ്യമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നല്ല പോലെ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ നല്ല വചനം കേൾക്കുക, അതൊക്കെ നല്ലതാണ്. നമ്മൾ നല്ലപോലെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ഓരോ ക്രിസ്മസും എൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്ന മക്കളെയും ജീവിത പങ്കാളിയും പ്രാർത്ഥനാ വിഷയങ്ങളിലുമൊക്കെ യേശുവിൻ്റെ ഹിതപ്രകാരം ദൈവിക ജീവൻ പ്രദാനം ചെയ്യാൻ തക്ക വിധത്തിൽ യേശുവിനെ സ്വന്തമാക്കാൻ എത്രമാത്രം ഞാൻ സ്വന്തമാക്കി എന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും പരിശോധിക്കാനുമുള്ള കാലങ്ങളാണെന്ന് കർത്താവ് പറയണം. നമ്മളൊന്ന് ഒരുങ്ങണം. ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ നല്ലപോലെ ഒന്ന് ഒരുങ്ങണം. നമ്മൾ കരോൾ സോങ് പഠിക്കുന്നു, പല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു. ക്രിസ്മസോടനുബന്ധിച്ച് പല കാര്യങ്ങൾ, ഭയങ്കര തിരക്കാണ് നമുക്ക്. പക്ഷെ ഉള്ളിൽ കർത്താവ് പറയാൻ, എനിക്ക് നിന്റെ ജീവിതത്തിൽ വന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് നിന്നിലൂടെ നിന്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനൊരു ഒരുക്കം, ഒരുങ്ങാൻ നീ തയ്യാറാണോ? ഈ ഒരു ചോദ്യം കർത്താവിന് ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവേ, എന്നെ ഒരുക്കണമേ, എന്നെ ഇന്ന് ഒരുക്കണം. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണം. എൻ്റെ കുടുംബത്തിലുള്ള തളർച്ചകൾ, എൻ്റെ കുടുംബത്തിലുള്ള വേദനകൾ, എൻ്റെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ.
ഈശോ അങ്ങ് വരുന്നത് ഒരുക്കമുള്ള ഹൃദയത്തിലാണല്ലോ. എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ കുടുംബത്തെ അങ്ങ് ശരിയാക്കുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. സൗഖ്യപ്പെടുത്തുമെന്നറിയാം, ജീവൻ കൊടുക്കുമെന്നറിയാം. കർത്താവെ, അങ്ങ് കടന്നു വരാനുള്ള ഒരുക്കം എനിക്ക് നൽകണമേ. എവിടെ ഒരുങ്ങണം, എങ്ങനെ ഒരുങ്ങണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കർത്താവെ, എന്നെ സഹായിക്കണമേ. നമുക്കൊന്ന് ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാം. യേശുവിനെ സ്വീകരിക്കാൻ മാതാവിനെ അങ്ങ് ഒരുക്കിയില്ലേ? ദൈവദൂതനെ അയച്ച് മാതാവിനെ ഒരുക്കിയ ഒരു സ്വർഗമുണ്ട്. മാതാവിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? മാതാവിന് സംശയമുണ്ടായിരുന്നു, നാട്ടുകാരെന്ത് പറയും? ദൈവദൂതനെ അയച്ച് യേശു ശിഷ്യന്മാരെ അയച്ച് സമരിയ ദേശത്തിലേക്ക് യേശുവിനെ കടക്കുന്നതിന് വേണ്ടി ഒരുക്കിയതുപോലെ സ്വർഗം യേശുവിനെ സ്വന്തമാക്കാൻ മറിയത്തിന്റെ ഹൃദയത്തെയും മറിയത്തിന്റെ ഗർഭപാത്രത്തെയും ഒരുക്കാനായിട്ട് ഗബ്രിയേൽ ദൈവദൂതനെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നിമിഷത്തെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിനൊന്ന് പ്രാർത്ഥിച്ചൊന്ന് സ്തുതിക്കാം. എൻ്റെ ഹൃദയം ഒരുക്കണം പരിശുദ്ധാത്മാവെ, യേശുവിനെ സ്വന്തമാക്കുക. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതത്തെ ഒരുക്കണമേ എന്ന് ആഗ്രഹിച്ചൊന്ന് സ്തുതിച്ചൊന്ന് ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തുതിക്കാം. നമുക്കിവിടെ ഒരു ഡ്രൈനസ് ഉണ്ട്. നമ്മളത് ചുമ്മാ കേട്ടു പോകാതെ, നമ്മൾ വചനം കേട്ടു പോകുന്ന ആത്മവഞ്ചകരാകാതെ, അത് നമുക്ക് ആത്മാർത്ഥതയോടെ പരിശുദ്ധാത്മാവിനോട് ചേർന്നൊന്ന് സ്തുതിച്ച് വചനം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധനായ ദൈവത്തിന് ആരാധന. മത്തായി 12-ാം അധ്യായത്തില് 43, 44, 45 വചനങ്ങള് നല്ലൊരു ഒരുക്കം നടത്തിയ വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 12, 43, 44, 45 നല്ല ഒരു ഒരുക്കം നടത്തിയ വ്യക്തിയെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ ശോചനീയമായിരുന്നു. ഒരുക്കം നടത്തിയിട്ട് എന്ത് പറ്റി? അവന്റെ ഇപ്പോൾ ഉള്ള സ്ഥിതി ആദ്യത്തതിനേക്കാളും ശോചനീയമായ രീതിയിൽ അധപ്പതിച്ചു പോകുന്ന ഒരു ഒരുക്കം ഇവിടെ ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട് എന്ന് വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. നോക്കിക്കേ, എന്തൊരു ഒരുക്കമാണെന്ന് നോക്കി. ഒരൊറ്റ മനുഷ്യരില്ല, ആളൊഴിഞ്ഞ് അടിച്ചുവാരി, വളരെ ക്ലിയർ ആയിട്ട്, വളരെ ശുദ്ധമായിട്ട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണും. നല്ലൊരു ഒരുക്കം നടത്തിയ വ്യക്തി. പക്ഷെ എന്ത് സംഭവിച്ചു? അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിപ്പിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തതിനേക്കാൾ മോശമാകുന്നു. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ചിട്ടും എൻ്റെ സ്ഥിതി ഇങ്ങനെയാകുന്നു. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു? ഇതെങ്ങനെ തന്നെ പോകുന്നു. ഞാൻ വിട്ടു, ഇനി അവരായി അവരുടെ പാടായി, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നു? പ്രിയമുള്ളവരെ, ഇവിടെ ഈ വ്യക്തി ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ട്. എന്താണ്? അടിച്ചുവാരി സജ്ജീകരിച്ച് നിർത്തി. അവിടെ പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യമുണ്ട്, ആളൊഴിഞ്ഞ ഒരുക്കം കൊണ്ട് യാതൊരു ഗുണവുമില്ല. നിന്റെ ഹൃദയം ഒരുക്കം, നീ എപ്പോഴും രക്തത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് സജ്ജീകരിച്ച് കൊന്തയൊക്കെ ചൊല്ലി വചനമൊക്കെ ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്ന നല്ലൊരു ഒരുക്കമുണ്ട്, ശരിയാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആളില്ലെങ്കിൽ
നിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനം, പുറത്തുപോയ സാധനം 7 പേരെയും കൊണ്ട്, 7 എന്ന് പറയുന്ന പൂർണ്ണതയുടെ ഒരു സംഖ്യയാണ് യഹൂദ നിയമപ്രകാരം. മറ്റ് ശക്തിയുള്ള ആത്മാക്കളെയും കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു. അത് വീണ്ടും വീണ്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വാക്കുകളൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, പഴയതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. വീണ്ടും 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 നമുക്ക് തന്നെ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോപങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത വൈരാഗ്യവും വെറുപ്പും നിരാശയും എല്ലാം കൊണ്ടിങ്ങനെ വരിഞ്ഞു മുറുക്കി. പക്ഷെ എന്നിരുന്നാലും നമ്മൾ വചനം വായിക്കുന്നു, എന്നിരുന്നാലും പ്രാർത്ഥിക്കുന്നു. എന്താ സംഭവിക്കുന്നത്? ഒരുങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരുക്കം കൊണ്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഇങ്ങനെയുള്ള ഒരുക്കം കൊണ്ടല്ല കാര്യം. നമ്മൾ ഒരുങ്ങുമ്പോൾ ആളെ നിറയ്ക്കാൻ തക്ക വിധത്തിൽ ഒരുങ്ങണം. ആളൊഴിഞ്ഞുള്ള ഒരുക്കം പാടില്ല. ഒരുങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ക്രിസ്തുവിനെ കയറ്റാനുള്ള ഒരുക്കമായിരിക്കണം. ഞാൻ ഒരുങ്ങുന്നത് ക്രിസ്തുവിനെ കയറ്റാനുള്ള ഒരുക്കമല്ലെങ്കിൽ സാത്താൻ കടക്കും. അവൻ വരുന്നത് എന്തിനാണ്? കൊല്ലുവാനും. 10:10 യോഹന്നാൻ 10, കൊല്ലുവാനും നശിപ്പിക്കുവാനും മോഷ്ടിക്കുവാനുമാണ്. നിന്നിലുള്ള സമാധാനം മോഷ്ടിക്കും, നിന്നുള്ള സന്തോഷം മോഷ്ടിക്കും, നിന്നിലുള്ള ആത്മീയ നന്മകൾ മോഷ്ടിക്കും. പ്രിയമുള്ളവരെ, ഒരുക്കം നടത്തുമ്പോൾ ലക്ഷ്യത്തോടുകൂടെ ഒരുങ്ങണം. എന്ത് ലക്ഷ്യം? യേശുവിനെ സ്വന്തമായി. യേശു വരണം. യേശു വരുന്നതിന് വേണ്ടി ഞാൻ ഒരുക്കുകയാണ്. എന്നെ തന്നെ ഞാൻ ഒരുക്കുന്നത്, എന്നെ തന്നെ അടിച്ചു വാരുന്നത്, എൻ്റെ ഹൃദയത്തെ ഞാൻ സജ്ജീകരിക്കുന്നത് ആളൊഴിച്ചിടാൻ വേണ്ടിയല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, മറിയം ചോദിച്ചു എപ്പോൾ സംഭവിക്കും? എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. അപ്പോൾ ആളൊഴിഞ്ഞ ഹൃദയത്തിലേക്കല്ല കാര്യങ്ങൾ. പരിശുദ്ധാത്മാവെന്ന വ്യക്തി ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. പ്രിയമുള്ളവരെ, ഒരുക്കം നടത്തേണ്ട ഇതിനു വേണ്ടിയാണ്. അടുത്തു നിന്ന ഈശോ പത്രോസിന്റെ യോഹന്നാന്റെ ഉള്ളിലായതെപ്പോഴാണ്? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ്. കേട്ടുപോയ വചനങ്ങളെല്ലാം 3000 പേരുടെ മുൻപിൽ ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട്, പ്രഘോഷിക്കാനായിട്ട് പത്രോസിന് എവിടെ ജ്ഞാനം കിട്ടി? പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം. ഷണ്ഡനായ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ നിർദ്ദേശങ്ങൾ ഫിലിപ്പോസിന് എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നതിന് ശേഷം. സെഹിയോൻ ഊട്ടുശാലയിൽ അവർ ഒരുങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു, പരിശുദ്ധാത്മാവേ വരണമേ. ആളൊഴിഞ്ഞ ഒരു ഒരുക്കമല്ല, ആൾ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവെന്ന ശക്തിയാകുന്ന മൂന്നാമത്തെ ത്രിയേക ത്രിത്വത്തിന്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്ന ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് സഹോദരങ്ങൾ. പ്രിയമുള്ളവരെ, കർത്താവ് ആഗ്രഹിക്കുക, എനിക്ക് നിന്റെ ജീവിതത്തിലേക്ക് വരണം. എനിക്ക് നിന്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല. നീ പത്രോസിനെ പോലെ പെരുമാറിക്കളായി. നിന്റെ കുടുംബത്തിൽ വന്ന് നിന്നിട്ട് എനിക്ക് യാതൊരു കാര്യമില്ല. പത്രോസിനെ പോലെ നിങ്ങൾ പെരുമാറിക്കളയും. എനിക്ക് നിന്റെ ഉള്ളിൽ വരാത്തതാണ് നിന്റെ പ്രശ്നങ്ങൾ മാറാത്ത കാര്യം. ഉള്ളിൽ വരാത്തതാണ് നിന്റെ സംസാരം മാറാത്ത കാര്യം. ഉള്ളിൽ വരാത്തതാണ് നിന്റെ ചിന്താഗതികൾ മാറാത്ത കാര്യം. ഉള്ളിൽ വരാത്തതാണ് നിന്റെ സമീപനങ്ങൾ മാറാത്തത്. എനിക്ക് നിന്റെ ഉള്ളിൽ വരണം. കർത്താവ് പറഞ്ഞു, സ്വർഗീയ ദാനത്തിന് വേണ്ടി നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ ഇവിടെ തന്നെ വസിക്കുക. അതാണ് ഒരുക്കം. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കണം, ഒരുങ്ങി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരണം. യേശു എൻ്റെ ഉള്ളിലായാൽ മാത്രമേ എൻ്റെ കുടുംബത്തിലുള്ള മുടന്തന്മാർ എഴുന്നേറ്റ് നടക്കത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ള തളർന്നു പോയ തളർവാദ രോഗികൾ കിടക്കയുമെടുത്ത് നടക്കത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലുള്ള അന്ധർ, നന്മ കാണാത്ത, സ്നേഹം എവിടെയെന്ന് തിരിച്ചറിയാത്ത, ഹൃദയമടഞ്ഞു പോയവരൊക്കെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വരണം. ഉള്ളിൽ പരിശുദ്ധാത്മാവ് കർത്താവിനെ കൊണ്ടുവരണം. കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കർത്താവ് പ്രവർത്തിക്കണം, കുടുംബത്തിൽ പ്രവർത്തിക്കണം. നമ്മൾ തിരിച്ചറിയണം, എത്രമാത്രം എൻ്റെ കുടുംബത്തിൽ കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. എത്രമാത്രം ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിത പങ്കാളി പ്രവർത്തിക്കുന്നതിന് പകരമാണ്.
എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. എൻ്റെ മക്കൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു. എൻ്റെ മക്കൾ അങ്ങനെ ആകാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇങ്ങനെ ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം. പക്ഷേ പത്രോസ് പറയുന്നത് എന്താണ്? എൻ്റെ ഉള്ളിലുള്ളവൻ നിനക്ക് ഞാൻ നൽകുമ്പോൾ അവൻ നിന്നിൽ പ്രവർത്തിച്ചുകൊള്ളും. എൻ്റെ ഉള്ളിലുള്ളവൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ വ്യക്തിയാകാനായിട്ടുള്ള ഒരു വിളിയാണ് ഇന്ന് നിന്റെ മേൽ കർത്താവ് നിക്ഷേപിച്ച്. അതുകൊണ്ടാണ് ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നീ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അറ്റൻഡ് ചെയ്യുന്നത്. നിന്റെ ഉള്ളിൽ യേശു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ അധരത്തിലും നിന്റെ ചിന്താഗതികളിലും നിന്റെ തലച്ചോറിലും യേശുവിന്റെ ആശയങ്ങൾ നിറയ്ക്കാനല്ല, നിന്റെ ഹൃദയത്തിന്റെ രക്തധമനികളിലൂടെ യേശുവിന്റെ രക്തം പ്രവഹിക്കണം, ചലിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. മാതാവിന്റെ അതേ ഒരു ചോദ്യം, മാതാവിന്റെ ചോദ്യം, ലോക ജനതയ്ക്കും വേണ്ടി മാതാവ് ചോദിച്ച ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? ലോക ജനതയ്ക്ക് മുൻപിൽ, ലോക ജനതയ്ക്ക് വേണ്ടി സ്വർഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, മധ്യസ്ഥയായി നിന്നുകൊണ്ട് മാതാവ് ദൈവദൂതനെടുത്ത് ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ വളരെ ലഘുവായിട്ട് പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. പ്രിയമുള്ളവരെ, ഇതെങ്ങനെ സംഭവിക്കും? തളർവാദ രോഗി എങ്ങനെ നടക്കും? അന്ധർ എങ്ങനെ കാണും? ഈ രോഗമുള്ളവരെല്ലാം എങ്ങനെ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നിന്നിൽ ജനിക്കുമ്പോൾ ഇതെല്ലാം നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. ഇതെല്ലാം നിന്റെ കുടുംബത്തിൽ സംഭവിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പരിശുദ്ധാത്മാവ്, എൻ്റെ ഒരുക്കത്തിന്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവ് വരാനാണ്. എൻ്റെ ഒരുക്കത്തിന്റെ ലക്ഷ്യം പരിശുദ്ധാത്മാവ് വരാനാണ്. ദൈവദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, നമുക്ക് ഇതിനു വേണ്ടി നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒന്ന് സ്തുതിക്കാം. എൻ്റെ ഒരുക്കം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞാൻ ഒരുങ്ങുന്നത് പരിശുദ്ധാത്മാവ് വരുന്നതിന് വേണ്ടിയാ. ഞാൻ ഒരുങ്ങുന്നത് പരിശുദ്ധാത്മാവിന് നിറയുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് യേശു എന്നിലൂടെ പുറത്ത് എൻ്റെ ജീവിത പങ്കാളിയിലേക്കും മക്കളിലേക്കും പകരപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒരുങ്ങുന്നത്. ക്രിസ്മസ് കാലം എന്ന് പറയുന്നത് കേക്ക് കട്ട് ചെയ്ത് കഴിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് വിഭവസമൃദ്ധമായിട്ട് ഫുഡ് കൊടുത്ത് സന്തോഷിപ്പിച്ച് ചിരിപ്പിച്ച് കളിയൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല. എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് യേശുവിന്റെ ദൈവിക ജീവൻ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിറയ്ക്കുന്നതിന് വേണ്ടിയാ ക്രിസ്മസ് ദിനം ഒരു ആഘോഷമാക്കുന്നത്. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മ ഭാഷാവരമുള്ള ഒരു ഭാഷാവരത്തെ സ്തുതിക്കണം. ഭാഷാവരമുള്ള ഒരു ഭാഷാവരത്തെ സ്തുതിക്കണം. നമ്മുടെ സ്തുതിപ്പ് നമ്മുടെ ഈ കൂട്ടായ്മയിൽ പലർക്കും ശക്തി കൊടുക്കണം. നമ്മുടെ സ്തുതിക്കുമ്പോൾ ഞാൻ സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ സ്തുതിക്കുമ്പോൾ, ഞാൻ സ്വരമുയർത്തി പരിശുദ്ധാത്മ സ്തുതിക്കും. ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പലരുടെ ഹൃദയത്തിന്റെ കവാടങ്ങൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവ് കടന്നു വരാൻ തക്ക വിധത്തിൽ ഒരു ഒരുക്കം, അവർക്ക് ഒരുങ്ങണമെന്നൊരു ആഗ്രഹം ജനിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. ഉള്ളവരെ, എവിടെ എന്ത് ഒരുങ്ങണം എന്നതിനെ പറ്റി നമ്മൾ വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഇത് എല്ലാവരും ഒന്ന് എടുക്കണം സഹോദരങ്ങളെ. ഈ ഒരു വചനം ഒന്ന് എടുക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനം. എത്രമാത്രം ആഴത്തിൽ ഞാൻ ഒരുങ്ങണമെന്നുള്ള വചനമാണിത്. നിന്റെ ജീവിതത്തിൽ നീ എത്രമാത്രം ഒരുങ്ങണം. ഇന്നത്തെ ഒരുക്കം നടക്കുക എന്തിനെന്നറിയട്ടെ? മക്കളെ എങ്ങനെയെങ്കിലും കുത്തിത്തള്ളി ധ്യാനത്തിന് വിട്ട് അവരെ ഒന്ന് മാറ്റണം. ജീവിത പങ്കാളി എങ്ങനെയെങ്കിലും കുത്തിത്തള്ളിയൊക്കെ ധ്യാനത്തിന് വിട്ട് വചനം കേട്ട്
ഞാൻ പണ്ട് നാട്ടിൽ പോയപ്പോൾ, ഹോളിഡേക്ക് നാട്ടിൽ പോയപ്പോൾ ഒരു 2 പേരെ വീട്ടിൽ കാണാൻ വന്നു. യൂത്തിന് ധ്യാനം നടക്കുകയാണ്. യൂത്തിന് ധ്യാനം നടക്കുന്നു, അതിന് എന്തെങ്കിലും സാമ്പത്തികം സഹായിക്കണം. അപ്പൊ ഞാൻ എൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചോദിച്ചപ്പം അത് ക്രമീകരിക്കുന്ന ആൾ എൻ്റെ അടുത്ത് പറയാണ്, ഞങ്ങള് ധ്യാന സെന്ററിൽ ധ്യാനം ഡോക്ടർ ജോൺദാസ് ആണ് ധ്യാനം നടത്തുന്നത്. കുട്ടികൾക്ക് എന്താണ് ബോട്ടില് വെള്ളം വരെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. രാവിലെ മുതൽ അവിടെ ഇരുന്ന് വചനം കേൾക്കണം. ഈ വന്ന വ്യക്തി 2 പ്രാവശ്യം ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുന്ന സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിൽ യാതൊരു മാറ്റവും പാടില്ല. പക്ഷെ മാറ്റം വരേണ്ടല്ല മറ്റുള്ളവരുടെ. എൻ്റെ ജീവിതത്തിൽ യാതൊരു മാറ്റം വരേണ്ട ആവശ്യമില്ല. മാറ്റം വരേണ്ടത് എൻ്റെ കുടുംബത്തിലുള്ളവർക്കാണ്. അങ്ങനെയുള്ളവർക്കുള്ള ഒരു വചനമാണ് യോഹന്നാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:10. ആർക്കെങ്കിലും ഒന്ന് വായിക്കാവോ? അതുപോലെ നിങ്ങളും പാവത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഇത് റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണോ വായിച്ചത്? 6:11. 6:11. 6:12 വായിച്ചു സിസ്റ്റർ, സോറി. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാവം നിങ്ങളുടെ മർത്ത ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ജയമോൾ സിസ്റ്റർ, ഓക്കെ, നല്ലൊരു വായിച്ചത്. എന്താ സ്റ്റുഡിയോക്കകത്തിരുന്നാണ് വായിക്കുന്നത്? എക്കോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇവിടെ ഞങ്ങൾക്കെല്ലാം എക്കോ കേൾക്കുകയാണ്. ഓക്കെ, കുഴപ്പമില്ല. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ, അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഇത് നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ ഒരു സമയത്തിന്റെ കുറവ് കൊണ്ട്, ഒരു എക്സാമ്പിൾ കൊണ്ട് ഞാനിത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ വിവരിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരാം. ജഡമോഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്തുന്നു. കാരണം എന്താണ്? പാപത്തിന്റെ അധികാരം എന്നിൽ ഉള്ളത് കൊണ്ട്. നമുക്കൊരു മാഗ്നറ്റ് എടുക്കാം. ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞാൻ കളിച്ചിട്ടുണ്ട്. ഇത് കാന്തം കിട്ടുകയാണെങ്കിൽ മണ്ണിലൊക്കെ കൊണ്ടങ്ങ് മൂടി വെക്കും. പുറത്തെടുക്കുമ്പോൾ ഇഷ്ടംപോലെ ഈ ഇരുമ്പിന്റെ അംശങ്ങൾ അതെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ്. എവിടെയാ പവർ ഇരിക്കുന്നത്? മാഗ്നറ്റിന്റെ പവർ ഉള്ളത് കൊണ്ട്. തുരുമ്പെല്ലാം, ഈ അയണിന്റെ കാര്യങ്ങളെല്ലാം, മോളിക്യൂൾസ് എല്ലാം ഉടനെ അതിനകത്ത് അട്രാക്റ്റ് ആയി കിടക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല രസമാണ്. ഉടനെ അത് തുടച്ചു കളഞ്ഞിട്ട് വീണ്ടും മണ്ണിൽ കുഴിച്ചു വെക്കും, പിന്നെ എടുക്കും. നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു അധികാരമുള്ളത് കൊണ്ടാണ് ജഡമോഹങ്ങൾ നിന്നിലേക്ക് കടന്നു വരുന്നത്. നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഒരു അധികാരമുള്ളത് കൊണ്ട്, നിന്റെ ജീവിതത്തിൽ, നിന്റെ ഹൃദയത്തിൽ പാപത്തിന്റെ ഒരു അധികാരമുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ കുറവുകൾ മാത്രം നിന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അധികാരമുള്ളത് കൊണ്ട് മക്കളുടെ വീഴ്ചകൾ മാത്രം നീ നോക്കിക്കാണുന്നു. നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ അധികാരമുള്ളതുകൊണ്ട് ജഡത്തിന്റെ മോഹങ്ങൾ പെട്ടെന്ന് നിന്നിലേക്ക് കടന്നു. ധനമോഹം, അധികാരത്തിന്റെ മോഹം, അഹങ്കാരത്തിന്റെ മോഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല, നിന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന്റെ അധികാരം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ. കർത്താവ് പറയുന്നുണ്ട്, ഒരുക്കമുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരുക്കം ആവശ്യമുണ്ട്. ഈ അധികാരം എടുത്തു മാറ്റണം. അധികാരം എടുത്തു മാറ്റിയാൽ മാത്രമേ എനിക്ക് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റൂ. പാപത്തിന്റെ അധികാരമുണ്ടല്ലോ, എടുത്തു മാറ്റണം. യോഹന്നാന്റെ സുവിശേഷം 12:6 ഞാൻ വായിക്കാം. അവൻ ഇത് പറഞ്ഞത് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തുകൊണ്ടേയിരുന്നു. യൂദാസിനെ പറ്റി പറയുന്നതാണ്. ഫിലിപ്പോസ് പറയുന്ന ഒരു വാക്യമാണ്. യൂദാസ് പണം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ കള്ളനായത് കൊണ്ടാണ്. വചനം പറയുകയാണ്, അവൻ വിശുദ്ധനായത് കൊണ്ടല്ല,
അവന്റെ കയ്യിലുള്ള പണസഞ്ചിയിൽ നിന്ന് പണം എടുത്തോണ്ട് അവൻ കള്ളനായത് കൊണ്ട്, എന്നിൽ തെറ്റുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകളെല്ലാം ഞാനിങ്ങനെ എൻ്റെ ഈ ക്യാമറ ഇങ്ങനെ അങ്ങനെ പിടിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ കുറവുകളെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ പാപത്തിന്റെ ഒരധികാരമുള്ളത് കൊണ്ട് ഞാൻ എവിടെ പോയാലും മാഗ്നറ്റ് പോലെ എല്ലാ അശുദ്ധിയും. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് കൂടുന്ന ഒരു കൂട്ടമാണ് മദ്യപാനികൾ. എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഒരുമിച്ചു. അവരെങ്ങനെ ഒരുമിച്ച് കൂടും നമുക്ക് തന്നെ അറിയത്തില്ല. എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചാൽ മതി, അറിയാൻ പറ്റും. ഓക്കെ, അവരൊരുമിച്ച് കൂടിയിരിക്കും. ഏത് പാർട്ടിയിലായിരുന്നെങ്കിലും കണ്ടിട്ട് പോലും ഇല്ലാതെ ആദ്യമായിട്ട് കാണുന്നവര് അവര് ചിരിച്ചും, അവരെത്രയോ വർഷമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു, ചിരിക്കുന്നു, അവരിങ്ങനെ ജനിച്ചു വളർന്ന കൂട്ടുകാരെ പോലെ സംസാരിക്കുന്നു. പാപത്തിന്റെ അധികാരമുള്ളത് കൊണ്ട് ഞാൻ എവിടെ പോയാലും നമ്മൾ ഉടനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കും. എങ്ങനെയാണ്? അത് കാന്തം പോലെ എൻ്റെ ഉള്ളിൽ ഒരു പാപത്തിന്റെ അധികാരത്തിന്റെ മാഗ്നറ്റ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ എവിടെ പോയാലും ഉടനെ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും എല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരും. എന്തുകൊണ്ടാ? എൻ്റെ ഉള്ളിൽ പാപത്തിന്റെ അധികാരം ഇരിക്കുന്നത് കൊണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:12 പറയുന്നു, ജഡമോഹങ്ങൾ എന്നെ കീഴ്പ്പെടുത്താൻ തക്ക വിധത്തിൽ പാപത്തിന്റെ അധികാരം എന്നിൽ ഭരണം നടത്താതിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുക്കം എന്താ വേണ്ടത്? എവിടെയാ വേണ്ടത്? എൻ്റെ ഉള്ളിലുള്ള പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് എൻ്റെ ഹൃദയത്തെ മോചിപ്പിക്കണം. എൻ്റെ ഹൃദയത്തെ മോചിപ്പിക്കണം. യോഹന്നാൻ എഴുതിയ 1 യോഹന്നാൻ 1:7 പറയുന്നുണ്ട്, എല്ലാ പാപത്തിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം. നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മറക്കാത്തൊരു പ്രാർത്ഥനയാകണം ഇത്. പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്ന യേശുവിന്റെ രക്തമേ എന്നെ കഴുകണമേ. ഒരുക്കത്തിന് ആവശ്യമാണ്. ഒരുക്കത്തിന് ആവശ്യമാണ് പരിശുദ്ധാത്മ. ഒരുക്കത്തിന് ആവശ്യമാണ് യേശുവിന്റെ രക്തം. നീ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വളർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഉയർത്താൻ, നിന്റെ ഹൃദയത്തിൽ ഉയർത്താൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ക്രിസ്തുവിനെ നിന്നിലൂടെ നിന്നെ കടത്തിക്കൊണ്ടുപോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിത പങ്കാളിയെ മക്കളിലുമുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ക്രിസ്തു നിന്നിലൂടെ പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്നിലുള്ള പാപത്തിന്റെ അധികാരത്തിന്റെ മേൽ യേശുവിന്റെ രക്തം തളിച്ച് നീ പ്രാർത്ഥിക്കണം. യേശുവിന്റെ രക്തം തളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, ഇത് ക്രിസ്മസ് കാലമാണ്, ഒരുങ്ങേണ്ട കാലമാണ്. എവിടെയാ ഒരുക്കം? എൻ്റെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. പാപത്തിന്റെ അധികാരമാകുന്ന മാഗ്നറ്റ് ഉള്ളത് കൊണ്ടാണ് എല്ലാം അഹങ്കാരവും കോപവും നീരസവും വർഗീയതയും വിഭാഗീയതയും ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. ധനമോഹവും അധികാരത്തിന്റെ മോഹവും ഇതെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ കാരണം എന്താ? പാപത്തിന്റെ അധികാരം, മാഗ്നറ്റ് എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരുക്കം നടക്കേണ്ടത്. യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിൽ യേശു നിറയാത്ത കാര്യം എന്താ? 2 വഞ്ചിയിൽ കാല് ചവിട്ടിക്കണം, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിന്നെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന, മോഷ്ടിക്കുന്ന കൊലപാതകയെ വേണോ? അതോ ജീവൻ നൽകുന്ന, സമർത്ഥമായ ജീവൻ നൽകുന്ന കർത്താവിനെ വേണോ? കർത്താവ് വന്നു കഴിഞ്ഞാൽ കുടുംബ സമാധാനമാകും. അത് നിന്നിലൂടെ തന്നെ വരണം. അതുകൊണ്ടാ ഇന്ന് നിന്നെ പേര് ചൊല്ലി ഈ കൂട്ടായ്മയിൽ കർത്താവ് വിളിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുക്കത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. എന്നിലുള്ള പാപത്തിന്റെ അധികാരം മാറണം. എന്നിലുള്ള പാപത്തിന്റെ അധികാരം. എന്തുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ പറയുന്നു? എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ സംസാരിക്കുന്നു? എന്തുകൊണ്ട് ഇതെല്ലാം? ഇതാണ് പ്രിയമുള്ളവർ, ഈ മാഗ്നറ്റ് നമുക്ക് നമ്മുടെ ഹൃദയത്തിന് എടുത്ത് മാറ്റണം. ഈ മാഗ്നറ്റ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണം. കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്കായി എന്നെ കാത്തുകൊള്ളും. 2 തിമോത്തിയോസ് 4:18. എല്ലാ തിന്മകളിൽ നിന്നും, എല്ലാ തിന്മയുടെ അധികാരങ്ങളിൽ നിന്നും
അപ്പോ നമ്മൾ സാധാരണ വിചാരിക്കുന്ന പറയട്ടെ, ഒരു കള്ളം ചെയ്യുമ്പോഴാണ് പാപം കടന്നു വരുന്നത്. കള്ളം ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു പ്രേരക ശക്തിയുണ്ട്, മാഗ്നറ്റ് ഉണ്ട്. അത് നമ്മളെ ഫോഴ്സ് ചെയ്യും. അത് ചെയ്, അത് ഫോളോ ചെയ്, അത് ചെയ്, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കള്ളം ചെയ്യുമ്പോൾ വീണ്ടും നമ്മളുള്ള അധികാരത്തിന്റെ ശക്തി പ്രബലമാകും. പ്രിയമുള്ളവരെ, കള്ളം ചെയ്യുന്നതില്ല. കള്ളം ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഉള്ളിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ഈ ഒരു മാഗ്നറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റണം. അതെടുത്ത് മാറ്റാനായിട്ട് ഒരേ ഒരു കാര്യത്തിനെ പറ്റത്തില്ല, യേശുവിന്റെ രക്തത്തിന്. 1 യോഹന്നാൻ 1:7 പറയുന്നത് എല്ലാ പാപങ്ങളിൽ നിന്നും, എല്ലാ പാപത്തിന്റെ അധികാരത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും. അപ്പോ നമുക്ക് ആത്മാർത്ഥതയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. 8 സംഖ്യയുടെ പുസ്തകം 8:7 ഇങ്ങനെ പറയാണ്, അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപ പരിഹാര ജലം അവരുടെ മേൽ തളിക്കുക. ശുദ്ധീകരിക്കാനായിട്ട് സംഖ്യയുടെ പുസ്തകത്തില് പരിശുദ്ധാത്മാ പറയണം, പാപ പരിഹാര ജലം അവരുടെ മേൽ തളിക്കുക. 8:7. പാപത്തിന്റെ പരിഹാരത്തിന്റെ ജലം എന്ന് പറയുന്നത് കാൽവരിയിൽ നമുക്കായി ചിന്തിയ യേശുവിന്റെ അമൂല്യമായ പരിശുദ്ധ രക്തമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷത്തിൽ ഒരുങ്ങണം. ഈ കാലയളവിൽ ആത്മാർത്ഥതയോടെ ഒരുങ്ങണം. കർത്താവിന് വരാൻ ആഗ്രഹമുണ്ട്. ഒരുക്കമുള്ള ഹൃദയത്തിലാണ്. ഒരുക്കമുള്ള സെഹിയോൻ ഊട്ടുശാലയിൽ കർത്താവ് കടന്നു പോയതുപോലെ, ഒരുക്കമുള്ള സമരിയാദേശത്തിലേക്ക് കർത്താവ് കടന്നു പോയത്, ഒരുക്കമുള്ള മാതാവിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു പോയതുപോലെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് വരാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം. എങ്ങനെയാ? പാപത്തിന്റെ അധികാരത്തിൽ നിന്ന് ഒരുക്കമുള്ള ഒരു ഹൃദയം, അധികാരത്തിൽ നിന്ന് വിട്ടുമാറിയുള്ള ഒരുക്കമുള്ള ഒരു ഹൃദയം. നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ മാറ്റാൻ നോക്കല്ലേ. ദയവ് ചെയ്ത് ഈ ക്രിസ്മസ് കാലത്തിലെങ്കിലും നമ്മിലുള്ള പാപത്തിന്റെ അധികാരത്തെ മാറ്റാൻ നോക്ക്. അവിടെയാണ് ഒരു ആത്മീയതയുടെ വിജയം ഇരിക്കുന്നത്. അവിടെയാണ് അത്ഭുതങ്ങളുടെ തുടക്കം ഇരിക്കുന്നത്. അവിടെയാണ് ദൈവിക ജീവന്റെ വളർച്ച ഇരിക്കുന്നത്. മറ്റുള്ളവരുടെ മാറ്റത്തിലല്ല, എൻ്റെ ജീവിതത്തിലുള്ള പാപത്തിന്റെ അധികാരം മാറുന്നതിനനുസരിച്ച്. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥതയോടെ തീഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്തുതിക്കാവോ? ഒന്നുകൂടെ ഒന്ന് സ്വരമുയർത്തി നിങ്ങളുടെ കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. നേരത്തെ ഫിനി സിസ്റ്റർ പറഞ്ഞ പോലെ നിങ്ങളുടെ കരങ്ങളൊക്കെ ഉയർത്തുമ്പോൾ നിങ്ങളുടെ കുടുംബം ഇരിക്കട്ടെ നിങ്ങളുടെ കരങ്ങളിൽ. കുടുംബത്തെ മാറ്റാൻ വേണ്ടിയല്ല, എന്നിലൂടെ കുടുംബത്തെ അനുഗ്രഹിക്കാനായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചെന്ന് ആരാധിക്കാം. യേശുവെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, പാപത്തിന്റെ അധികാരം പ്രബലപ്പെടുന്ന എല്ലാ പരാജയങ്ങളും നിർമ്മലമായ ഹൃദയം, ഒരുക്കമുള്ള ഹൃദയം യേശുവിന്റെ രക്തം തളിക്കുന്ന ആരാധന പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു. ആരാധിക്കുന്നു പിതാവായ ദൈവജനങ്ങൾക്ക് നന്ദി പറയുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഇവിടെ നമുക്ക് കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും പൊതുവായിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ പറയുക. നമുക്ക് ഈ നിമിഷത്തിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല്
യേശുവിന്റെ രക്തം തളിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഈശോ ആരാധിക്കുന്ന ദൈവമേ ആരാധിക്കുന്ന ഈശോനെ ആരാധിക്കുന്ന ദൈവമേ ആരാധിക്കുന്ന 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 പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനാ വിഷയങ്ങളുമില്ല. എല്ലാം രഹസ്യ സ്വഭാവമുള്ള പ്രാർത്ഥനാ വിഷയം. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്ന കർത്താവ് അതിനുള്ള പ്രതിഫലം നൽകും. ആ രഹസ്യ സ്വഭാവങ്ങളിൽ തന്നെ യേശുവിന്റെ രക്തം നൽകാനായിട്ട് ഇന്ന് തളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. പ്രിയമുള്ളവരെ, ഈ കുടുംബം വന്നിരിക്കുന്നവരുണ്ടല്ലോ, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, പരസ്പരം ഭാരങ്ങളുള്ളവരാണ്, വേദനകളുള്ളവരാണ്, അസ്വസ്ഥതകളുള്ളവരാണ്, കുടുംബത്തെ പറ്റിയുള്ള ഭാരങ്ങളും വേദനകളും എല്ലാം വഹിക്കുന്നവരാണ്. എല്ലായിടത്തും തുറന്നു വയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല. സത്യമാണത്. കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. കർത്താവിന്റെ രക്തത്തിന് ഇവിടെ ഒരു വിടുതൽ നൽകാൻ സാധിക്കും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്ന എല്ലാവരും എന്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവ് പറയുക, പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷത്തില് നമ്മുടെ ഭാരങ്ങളും വേദനകളും എല്ലാം, കുടുംബത്തിൽ ഏൽക്കുന്ന ഭാരങ്ങളും വേദനകളും അസ്വസ്ഥതകളും എല്ലാം യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കാനായിട്ട് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്ന യേശുവിന്റെ രക്തം തളിക്കുന്നു. യേശുവിന്റെ രക്തം തളിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ. മോചിപ്പിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ അഭിഷേകം, യേശുവിന്റെ രക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉള്ളവരെ, നമ്മുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ മാതാവ് ചോദിച്ച അതേ ചോദ്യം നമ്മളും ഇതെങ്ങനെ സംഭവിക്കും? ദൈവദൂതൻ പറയും. 24 ദിവസവും ദൈവദൂതൻ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഒരേ ഒരു കാര്യമേ ഉണ്ടാകത്തുള്ളൂ. 24 ദിവസവും 24 മണിക്കൂറും ഈ ക്രിസ്മസ് ഒരുക്കത്തിന്റെ ദിവസങ്ങളെല്ലാം ദൈവദൂതൻ ഒരേ ഒരു കാര്യമേ പറയത്തുള്ളൂ: പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് സംഭവിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിനായിട്ട് നമുക്ക് ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും. നമ്മുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഞങ്ങളുടെ മരണസമയത്ത് പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.